കന്യാകുമാരി ജില്ലയിൽ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കന്യാകുമാരി ജില്ലയിൽ ഒരുപാട് പ്രേക്ഷകർ 24 അവരാരെങ്കിലും ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ണ് വയ്ക്കണം. നമുക്ക് ഈ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായിട്ട് 10-23 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടിക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലീസിനെ അറിയിക്കേണ്ട നമ്പറും അതേപോലെ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിലേക്കുള്ള നമ്പറും ഒക്കെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് നീങ്ങി ഒത്തൊരുമയോടെ നീങ്ങി തമിഴ്നാട് പോലീസും അതുപോലെ കന്യാകുമാരി ജില്ലയിലെ പോലീസ് സംവിധാനവും നമ്മുടെ പോലീസ് സംവിധാനവും തെരച്ചിൽ നടത്തി എത്രയും വേഗം നമുക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയണം. അത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇത്രയധികം മണിക്കൂറുകൾ കടന്നു പോയിരിക്കുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ വീട് വിട്ടുപോയ പെൺകുട്ടിക്ക് വീട്ടുകാരുമായി വളരെ നിസ്സാരമായ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവളെ തല്ലി എന്നതുകൊണ്ട് മനപ്രയാസത്തിൽ ആ കുട്ടി ഇറങ്ങിപ്പോയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അന്വേഷണം കേരള പോലീസ് വളരെ മാതൃകാപരമായിട്ട് തന്നെ ത്വരിതഗതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് ഈ പോലീസിന് വിവരം ലഭിച്ചതിന് ശേഷം വളരെ തിരക്ക് പിടിച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നമ്മളും ഉറങ്ങാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായി ഇടവേളകൾ പോലും എടുക്കാതെ നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഓയിലുണ്ടായ പെൺകുട്ടിയുടെ അനുഭവം പോലെ എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയണം. അതിനുവേണ്ടി വളരെ സജീവമായി നമ്മുടെ മാധ്യമ പ്രവർത്തകരും അതുപോലെ പോലീസ് സംവിധാനവും തമിഴ്നാട് പോലീസും ഒന്നിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രി മുഴുവൻ വളരെ നീണ്ടുപോയ തെരച്ചിലുണ്ടായിരുന്നു. നമ്മളും രാത്രിയിൽ സംപ്രേഷണം നിർത്താതെ തന്നെ തുറന്നുകൊണ്ടേയിരുന്നു. നമുക്ക് രാത്രിയിൽ ഇത്തരമൊരു വിവരം കിട്ടും, ഒരു സന്തോഷകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന ധാരണയിലായിരുന്നു നമ്മൾ ഈ പ്രക്ഷേപണം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇതുവരെയും 23 മണിക്കൂറുകൾ കഴിയുന്നു. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെടാനുള്ള നമ്പർ നിങ്ങൾക്കറിയാം. അതുപോലെ 24 നമ്മുടെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാനുള്ള നമ്പറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം പോലീസിന് തന്നെയാണ് കൈമാറേണ്ടത്. അഥവാ പോലീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എൻഗേജ്ഡായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 24 ആ വാർത്ത കൈമാറിയാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ വാർത്താ സംഘം 2 വിഭാഗമായി തിരിഞ്ഞ് ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കുട്ടിയുടെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും അതുപോലെ തന്നെ ഈ പോലീസുകാർക്ക് അലോസരം ഉണ്ടാക്കാതെ തന്നെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഷബീദ് റാവുത്തറുടെ നേതൃത്വത്തിലുള്ള വിപുലമായ ഒരു വാർത്താ സംഘമാണ് ഇപ്പോൾ കന്യാകുമാരിയിലുള്ളത്. ഷബീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുക. ക്ഷമിക്കണം, നമ്മൾ ആഷ്മി താജ് ഇബ്രാഹിമിലേക്ക് വീണ്ടും ഒന്ന് പോകുന്നു. ആഷ്മി, നമുക്ക് മറ്റെന്തെങ്കിലും വിവരം ഇപ്പോൾ ലഭിച്ചോ? SK കാര്യമായ വിവരങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. SK ഇന്നലെ നമ്മൾ നമ്മുടെ എൻകൗണ്ടർ പ്രൈം എന്ന വൈകിട്ട് ചർച്ച കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഡെസ്കിലേക്ക് പോകുമ്പോഴാണ് ഈ വാർത്ത ഡെസ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ആ വാർത്ത അപ്പോൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് ഒരു സൂചന കിട്ടും, ഒരു കുട്ടിയെ കാണാൻ. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഒയൂര് പോലെ ആകുന്നോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ രാത്രി മൊത്തം ആ വാർത്തയിൽ നിന്നു. അതേപോലെ ഇടവേളകളില്ലാതെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. അതായത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു തലമുറയാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മളൊരു 8 വയസ്സിനും ഉപരി ഒരു 20-22 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ, വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവർ ചെറിയ അലോസരത്തിൽ അവർ വീട് വിട്ടു പോകും. പണ്ട് ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുള്ള വളരെ ദൃഢതരമായ ഒരു ഫാമിലി റിലേഷൻ ഇപ്പോൾ ഇല്ലാത്തൊരു കാലത്ത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ പോലും വീട് വിട്ടു പോകാനൊക്കെ കുട്ടികൾ തയ്യാറാകുമെന്നുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായ ഒരു തലമുറയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ കരുതലോടെ, പ്രത്യേകിച്ച് പ്രായം ചെന്നവർ, മുതിർന്ന ആളുകൾ, മാതാപിതാക്കൾ, ഇവരൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഏറ്റവും അവസാനം നമ്മളോട് പറയുന്ന ഒരു സംഭവമാണ് കഴക്കൂട്ടത്ത് ഇന്നലെ ഉണ്ടായത്. 23 മണിക്കൂറുകൾ കടന്നു പോയിരിക്കുന്നു. കാശ്മി SK ഉറപ്പായും നമ്മൾ ഈ പോയ നാളുകളിൽ തന്നെ എത്ര വാർത്ത കണ്ടു. അമ്മ തല്ലിയതിന്, ഫോൺ കൊടുക്കാത്തതിന്, ആത്മഹത്യ എന്നൊക്കെയുള്ള എത്ര വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മൾ അത് വിശദമായൊരു ചർച്ചയിലേക്ക് വെക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഈ സമയം അതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഉറപ്പായും അത് വരും കാലങ്ങളിൽ പുതിയ കുട്ടികളുടെ മാനസികാവസ്ഥയെപ്പറ്റി അവർ ഏത് രീതിയിൽ ഡീൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് വിശദമായൊരു ചർച്ച ഉറപ്പായും കേരളം അർഹിക്കുന്ന ഒരു കാര്യം. ഏതെങ്കിലും അസം മലയാളി വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതര സംസ്ഥാന കേരള വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ പെരുമാറുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് മാതാപിതാക്കൾ തീരാവേദനയിലേക്ക് എടുത്തെറിയപ്പെടുന്നുണ്ട്. ഉറപ്പായും നമുക്കത് ചർച്ച ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നു. 8111991453 എന്നൊരു നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ കുറേ അധികം പ്രേക്ഷകർ അവിടെ ലൈറ്റ് ഹൗസ് നോക്കൂ, ആ മേഖല അറിയാവുന്ന കുറേ പ്രേക്ഷകർ ഉറപ്പായും വാർത്ത കാണുന്നു എന്നത് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം. അപ്പോൾ അത് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുമായി രൂപസാദൃശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 നമ്പറുകളുണ്ട്. ഒന്ന് പോലീസിൻ്റെ നമ്പറാണ്, ഒന്ന് നമ്മുടെ 24 നമ്പറാണ്. അപ്പോൾ ഈ 2 നമ്പർ 9497960113 എന്നത് പോലീസ് നമ്പറാണ്. 8111991453 എന്നത് നമ്മുടെ നമ്പറാണ്. 2 നമ്പറിൽ വിളിച്ചാലും ഇൻ എഫക്റ്റ് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പോലീസിലേക്ക്
നമുക്ക് നൽകുന്ന വിവരങ്ങൾ നമ്മൾ അവിടെയുള്ള നമ്മുടെ വാർത്താ സംഘമുണ്ട്, അവരിൽ കൂടി പോലീസിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് പോലീസിലേക്ക് എത്തും. ഏതെങ്കിലും നമ്പർ വിളിച്ചു കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള നമ്പറാണ്. നമുക്ക് തസ്മിത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിപ്രധാനം. 23 മണിക്കൂറാകുന്നു, ഇപ്പോഴും ആ കുട്ടിയെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലൊരു സൂചന കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സമയത്ത് ചെറിയ ഒരു ആശങ്കയോ ചെറിയൊരു ആധിയോ ഓയൂർ മോഡലിലെ കാര്യങ്ങൾ പോകുന്നോ എന്നൊക്കെയുള്ള ആശങ്കകളുടെ സമയമാണ്. കാര്യം കേവലം 13 വയസ്സ് എന്ന് പറയുന്ന വലിയ പ്രായമൊന്നുമല്ല, 13 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് കന്യാകുമാരിയെ പറ്റി കാര്യമായി അറിയാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ പക്കൽ 40 രൂപ മാത്രമാണ് ബാക്കി കയ്യിലുള്ളത്. പെട്ടെന്നൊരു ആവേശത്തിൽ വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടിറങ്ങി പോയതാണ്. അത് കാരണം കേരള പോലീസ് സംഘം ഈ രാത്രി മുഴുവൻ നീണ്ട പരിശോധന കേരള പോലീസ് മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട് സംഘവും കൂടി പരിശോധിക്കുമ്പോൾ എന്നിട്ടും എന്തെങ്കിലും ഒരു സൂചന ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങുന്ന സമയമാണ്. ഇത്ര സമയമാകുന്നു, 23 മണിക്കൂറാകുന്നു ആ കുട്ടിയുടെ തിരോധാനം. രാവിലെ 5:30 24 ന്യൂസ് കണ്ട ബബിത എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രേക്ഷക, അല്ലെങ്കിൽ ഒരു യുവതി പോലീസിന് കൊടുത്ത ആ ചിത്രം, നമ്മൾ നേരത്തെ കാണിച്ച ആ ചിത്രമല്ലാതെ ഏതെങ്കിലും തരത്തിൽ പുതിയ ലീഡ് ഈ സമയത്തൊന്നുമില്ല. പോലീസ് കാര്യമായ ഇതാണ് ആ ചിത്രം. വൈകി വന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഇതാണ് ആ ചിത്രം. ഈ കുട്ടിയുടെ പോലെ ഏതെങ്കിലും സാദൃശ്യമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ സാദൃശ്യമൊന്നല്ല, ഈ കുട്ടിയെ കാണുന്നവർ അല്ലെങ്കിൽ സാദൃശ്യം കാണുന്നവർ വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കന്യാകുമാരി അതിനിടയിൽ ഒരു പ്രേക്ഷകൻ പറയുന്നത് കന്യാകുമാരി പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അനൗൺസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാര്യം ഇത്തരം ഒരു മിസ്സിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൊഫഷണലി ഡീൽ ചെയ്യണമെന്നറിയാവുന്ന പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്. അതുപോലെ കന്യാകുമാരി പോലീസ് നമ്മളെ വളരെ കണക്കറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യം തീരുമാനിക്കും. നമ്മൾ ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല പോലീസ് അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ കുട്ടിയിലേക്ക് എത്താനുള്ള പല ലീഡുകളും അവർ ഉപയോഗിക്കും. അതിനിടയിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഈ കുട്ടി കൂടുതൽ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടത് പോലീസിൻ്റെ ആവശ്യമാണ്. അതുപോലെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ ആഷ്മി, ജിഷി PJ അദ്ദേഹം പറയുന്ന കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലെ ആശങ്കപ്പെടുന്ന ധർമ്മസങ്കടത്തിലാകുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ പരിപാടി കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ഒരു മുൻകരുതലൊന്നും വേണ്ട കുട്ടികളെ ഡീൽ ചെയ്യാൻ. നമുക്ക് ക്ഷോഭം വരുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും കുസൃതികളോ കുരുത്തക്കേടുകളോ കാണിച്ചാൽ നമ്മൾ ക്ഷോഭം വന്ന് ആ കുട്ടികളോട് നിനക്ക് ഇറങ്ങി പോയിക്കൂടെ അങ്ങനെ ചോദിക്കുക, അവരെ കയ്യേറ്റം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ മതി. മാത്രമല്ല വളരെ ക്ഷുഭിതമായി നിൽക്കുന്ന കുട്ടികളോട് നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ തീരുമാനിക്കാതിരുന്നാൽ മതി. മാത്രമല്ല ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി കുട്ടികളെല്ലാം വീട് വിട്ടു പോകും എന്നൊരാശങ്കയിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അങ്ങനെ വേണ്ട. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം, ഒരു അലോസരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പരമാവധി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഷ്മി, ഉറപ്പായും SKN പുതിയ കുട്ടികളാണ്. അവർക്ക് ഇൻ്റർനെറ്റും ലോകമൊക്കെ വളരെ വിപുലമാണ്. അപ്പോൾ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പോയ കാലത്ത് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ട്രീറ്റ് ചെയ്ത പോലെ ആവരുത് എന്നുള്ളത് മാത്രമാണ്. അവർ ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാവണം. അതുറപ്പായും ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് നന്നായി അറിയാം. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ അതിലേക്ക് ചർച്ചകളിലേക്ക് പോകണം. അത് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ. SKN എന്തായാലും കന്യാകുമാരിയിൽ തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ഓട്ടോ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് പോലീസ് പറയുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടു ഒരു ഓട്ടോ ഡ്രൈവർ ചേട്ടൻ. ആ ചേട്ടനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ബീച്ച് സൈഡിലേക്കൊക്കെയുള്ള പരിശോധന നമ്മൾ കണ്ടു. ബീച്ച് സൈഡിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയമെടുത്തുള്ള പരിശോധന പോലീസ് നടത്തിയ. സാധാരണഗതിയിൽ ആ ബീച്ച് സൈഡിൽ വലിയ ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടാകുന്ന സമയമാണിപ്പോൾ. ഭാഗ്യത്തിന് ആ ബീച്ചിൽ വലിയ ടൂറിസ്റ്റുകളുടെ തിരക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ആ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി നടത്താൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ ആ ബീച്ച് സൈഡിൽ നടത്തിയ 3/4 മണിക്കൂർ നീണ്ട സമയത്ത് നടത്തിയ തെരച്ചിലും ഒന്നും കണ്ട തസ്മിത്തിനെ കുറിച്ചുള്ള ഏതെങ്കിലും സൂചന ബീച്ചിൽ നിന്ന് കിട്ടിയില്ല. ആ ഭാഗത്തായി കുട്ടിയെ കണ്ടു എന്നുള്ളതാണെന്ന് തോന്നുന്നു ഓട്ടോ ഡ്രൈവറുടെ മൊഴി. അതിനുശേഷം തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആ റെയിൽവേ സ്റ്റേഷൻ്റെ CCTVകൾ ഇപ്പോൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് കേരള പോലീസ് സംഘം. അത് കുറേയധികം പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മാത്രമല്ല ഈ കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്ന സമയത്തെ ചൊല്ലി ഒരു ചെറിയ ആശയക്കുഴപ്പം ദിബ്രുഗഡ് എക്സ്പ്രസ് വന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു ഷെഫീദിനോട്. അപ്പോൾ ആശയക്കുഴപ്പം പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് പോലീസ് നോക്കിയതാണ് അവിടെ. പക്ഷേ അതങ്ങനെയല്ല. അത് കുറച്ചുകൂടി വിശദമായി തന്നെ സമയമെടുത്ത് നോക്കിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ നോക്കിയിട്ട് കാണാതെ പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് കേരള പോലീസ് സംഘം കുത്തിയിരുന്നു കൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ അരിച്ചു പറക്കുന്ന സമയമാണിത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു സംഘം ഈ പറയുന്ന മേഖലകളിൽ ഇടവഴികളിൽ അതുമായി ബന്ധപ്പെട്ട തെരുവോര കച്ചവടക്കാരോടൊക്കെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബബിത അയച്ചു കൊടുത്ത ഈ ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ 23-ാം മണിക്കൂറും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നൗഷാദ് പിന്നത്തല്ല ചോദിക്കുന്നത് ഇവിടെ മലയാളം ചാനലുകൾ മാത്രം ഒച്ച വെച്ചുകൊണ്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും നമ്മുടെ ജസ്റ്റ് ബോർഡറല്ലേ കന്യാകുമാരി. അവിടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് മലയാളം അറിയുന്ന തമിഴ്നാട്ടുകാർ തന്നെ ഒരുപാട് ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയെ കണ്ടെത്തുന്നവരെ, കഴക്കൂട്ടത്തു നിന്നും കാണാതായ ഈ കുട്ടിയെ കണ്ടെത്തുന്നവരെ നമ്മൾ പിന്നാലെ തന്നെ ഉണ്ടാകും. ഈ അന്വേഷണത്തിന് പിന്നാലെ പോലീസിന് സഹായമായിട്ടായിരിക്കും നമ്മുടെ പ്രവർത്തന രീതി എന്നുകൂടി അറിയിക്കട്ടെ.